കയ്യിലണിയിച്ചിരുന്ന മൈലാഞ്ചി എവിടെ? അത് ചടങ്ങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ ബ്യൂട്ടി പാർലറിൽ പോയി ഞാനത് മായ്ച്ചു കളഞ്ഞിരുന്നു. ഏയ്, അതങ്ങനെ മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇപ്പൊ എന്റെ കയ്യിലതില്ലല്ലോ. അതിനൊക്കെ പറ്റിയ കെമിക്കൽസ് ഇപ്പൊ ഉണ്ട് നവി. അത് നമ്മുടെ വിവാഹത്തിന്റെ ഭാഗമായിട്ട് നടന്ന ചടങ്ങല്ലേ. കയ്യിലിട്ടിരുന്ന മൈലാഞ്ചി അതിന്റെ ഭാഗമല്ലേ. അതെങ്ങനെയാ തനിക്ക് മായ്ച്ചു കളയാൻ തോന്നി? നമ്മുടെ വിവാഹവും അതിന്റെ ചടങ്ങുകളൊക്കെ ഇത്ര വില കുറച്ചാണ് താൻ കാണുന്നത്. അല്ല നവീൻ, എന്തെന്നറിയോ, ചിലപ്പോഴൊക്കെ ഈ മൈലാഞ്ചി ഇവക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. തിരിച്ചു വന്നപ്പോ കൈ നന്നായിട്ട് ചൊറിഞ്ഞു തടിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ റിസ്ക് എടുക്കണ്ട, മായ്ച്ചു കളയാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. സോറി. സാരമില്ല. ഗാഥ മാഡം, പണ്ടൊന്നുവേ എന്റെ സാർ ഇത്ര സെൻസിറ്റീവ് ആയിരുന്നില്ലേ. പക്ഷേ ഗാഥ മാഡത്തെ കണ്ടതുപോലെ ഈ സെൻസിറ്റീവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ലോഡ് കണക്കിനാ സാറിന്റെ തലയെ വന്ന് വീഴുന്നത്. അല്ലേ സാറേ? ഓക്കെ. അല്ല, എന്തോ ഒരു തർക്കത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, നവീനും മാണിക്കുഞ്ഞും കൂടി. അതെന്താ സംഭവം? തർക്ക വസ്തു ഇതാ. വെഡിങ് കാർഡിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കുറെ മോഡൽസാ. ഇതിൽ നിന്നും ഗാഥാ മാഡം ഏത് കാർഡാണ് സെലക്ട് ചെയ്യുന്ന നവീൻ സാറിന് അറിയേണ്ടത്. അതൊക്കെ നവീന്റെ ഇഷ്ടം പോലെ അങ്ങ് തീരുമാനിക്കായിരുന്നല്ലോ. അതല്ല, ഗാഥയുടെ ഇഷ്ടമാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ വന്നേ. പിന്നെ വെഡിങ് കാർഡിൽ വെക്കാൻ വേണ്ടിട്ട് ഗാഥാ മാഡത്തിന്റെ ഒരു ഫോട്ടോ കൂടെ വേണം. സിനി, ഫോട്ടോ എടുത്തു കൊടുക്ക. ഗാഥ, ഒരെണ്ണം സെലക്ട് ചെയ്യും. ഞാനിതാ സെലക്ട് ചെയ്ത. നീ ഇതൊന്ന് തുറക്കു സുമിത്രേ, എല്ലാം ഉണ്ടോന്നൊന്ന് പരിശോധിക്കട്ടെ. കുടുംബത്തിന് തന്നെ കള്ളന്മാര് പെരുകി പെരുകി വരിക. ഓരോന്നും അതാത് സമയത്ത് പരിശോധിക്കാതിരുന്നാൽ ശരിയാവില്ല. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നമ്മേ. ആഭരണങ്ങൾ മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നത് കുടുംബത്തിന്റെ പാരമ്പര്യം കൂടിയാ. ഇനി മുതല് ഗാഥമോളാണ് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത്. ആ, നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. എല്ലാം എവിടെയാണ് എടുത്തു വെക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി വരാൻ നിന്റെ അമ്മ പറഞ്ഞോ? എന്നിട്ട് ഇനി ചടങ്ങിന് പുറപ്പെടാൻ ആഭരണങ്ങൾ എടുക്കുമ്പോ അതിനൊരു തിക്കും തിരക്കും ഉണ്ടാക്കണം. അതിനും മടിക്കില്ലല്ലോ. എന്താടി? മുത്തശ്ശി അമ്മായും ആഭരണങ്ങൾ എടുത്തു വെച്ച് നോക്കുന്ന കണ്ടപ്പോ ഞാനൊന്ന് നോക്കിയതാ. മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടില്ല? മാണിക്കുഞ്ഞിനെ കള്ളനാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് ഈ ആഭരണങ്ങൾ ഏതോ ഒരുത്തിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് ഗാഥമോളും ഇടുക്കിയായതുകൊണ്ടാ അതൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. എന്താ, ശരിയല്ലേ നിർമ്മലേ? ശരിയാണ്. നീ എന്തിനാണ് ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കുന്നേ? ഈ തറവാട്ടിലെ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കും. അത് കണ്ട് നീ കണ്ണു തള്ളണ്ട. അതൊക്കെ കുടുംബത്തിൽ വലിയ ഐശ്വര്യമുള്ളവർ തമ്മിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളാ.
അയ്യോ നമ്മള് പാവം അടുക്കളപ്പുറത്ത് കഴിയേണ്ടവരല്ലേ. നീ വാടി. അതൊന്നും ഓർമ്മിപ്പിക്കണ്ടായിരുന്നു അമ്മേ. ഓർമ്മിപ്പിക്കാതെ പിന്നെ? സത്യം പറയാലോ സുമിത്രേ, ഒരു ചടങ്ങ് നടക്കുമ്പോ എനിക്ക് പേടിയാ ഇവരുടെ കാര്യത്തില്. എന്ത് ചെയ്യാനും മുടക്കാൻ മടിക്കില്ല. നീ ഇതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് ഒരിടത്ത് കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് താക്കോല് നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ശരി അമ്മേ. എന്താ സാർ ഇത്ര വലിയ ആലോചന? ഗാഥാമാടത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാ. അത് കഴിഞ്ഞ് നമ്മൾ 2 സ്ഥലത്ത് വേറെ 2 കാര്യങ്ങൾക്ക് പോയി. പക്ഷെ അവിടുന്ന് തിരിച്ചു വന്ന് വണ്ടി കയറുമ്പോഴും സാറിന്റെ ആലോചനയ്ക്ക് ഒരു കുറവുമില്ല. മാണിക്കുഞ്ഞ്, ഗാഥ എന്താ ആ കാർഡ് സെലക്ട് ചെയ്തേ? ആ കാര്യത്തില് എനിക്ക് അയാളെ കുറിച്ചുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. പണ്ടത്തെ ഗാഥയായിരുന്നെങ്കിൽ അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിച്ച ഗാഥ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ സാറേ, നമ്മൾ ഈ സിത്താരാമാടത്തിന്റെ അടുത്ത് വെച്ച് തന്നെയല്ലേ ഈ കാർഡ് സെലക്ഷൻ നടത്തിയത്. അപ്പോ പൂർണ്ണമായിട്ടും ഇത് ഗാഥാമാടത്തിന്റെ സെലക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ലെന്നേ. അപ്പൊ പിന്നെ സിത്താരാമാടത്തിന്റെ സ്റ്റാറ്റസിനോട് ചേർന്ന ഒന്ന് സെലക്ട് ചെയ്തതായിരിക്കാം. എന്തോ എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആയി.